ഇന്നൊരു പൊന്മുടിയിൽ പോയ കഥയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ചു വളർന്ന് വയസ്സ് 18 കഴിഞ്ഞിട്ടും തൊട്ടടുത്ത് കിടക്കുന്ന പൊന്മുടിയിൽ ഇതുവരെയും പോയിട്ടില്ലാത്ത എൻ്റെ പൊന്മുടി യാത്രയുടെ കഥ. അയ്യേ ചേച്ചി ഇതുവരെയും പൊന്മുടിയിൽ പോയിട്ടില്ലേ എന്ന് അറിയേണ്ട താമസം. ഞാൻ കൊണ്ടുപോകാമെന്ന അനിയൻ. അപ്പോഴേക്കും കൂടെ വരാൻ റെഡിയായി മിന്നുവും സംഘവും ഒപ്പം കൂടി. ഓരോ ബൈക്കുകളിലെ 2 പേർ ചേർന്ന് 22 ഹെയർ പിൻ വളവുകൾ പിന്നിട്ട് പൊന്മുടിയിലേക്ക്. ഈ കാഴ്ചയാണ് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയത്. നീലാകാശങ്ങൾക്കിടയിൽ ഒളിച്ചു കിടക്കുന്ന മൊട്ടക്കുന്നുകൾ, ഇതിനിടയിൽ എൻ്റെ കുറച്ച് ഗോഷ്ഠയും. അങ്ങനെ 10 മണിയോടെ ഞങ്ങൾ പൊന്മുടിയിലേക്ക്. തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ പോലും കാണാൻ കഴിയില്ല ചേച്ചി, അത്രയും മഞ്ഞായിരുന്നു തലേ ദിവസം എന്ന് വിളിച്ചു പറഞ്ഞ മാമൻ്റെ മോനെ നിമിഷം ഞാനൊന്ന് സ്മരിച്ചു. കാരണം നേരെ തണുപ്പിലും കൊട്ടം വെയിലായിരുന്നു അത്രേ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1200 മീറ്റർ. ഇനിയും മണ്ടയ്ക്ക് വലിഞ്ഞു കയറാൻ വയ്യാത്തത് കൊണ്ടും കുളയട്ടയുടെ കടി കൊണ്ട ക്ഷീണത്തിൽ 3 മണിയുടെ നേരെ താഴേക്ക് വന്നതിന് നാലാളെ അറിയിക്കാൻ വേണ്ടി 2 ഫോട്ടോയും പിടിച്ചു. അപ്പോഴേക്കും വയറിലെ കോഴിക്കുഞ്ഞുങ്ങൾ വിളിയും തുടങ്ങി. പൊന്മുടിയിൽ വാങ്ങിക്കഴിക്കാൻ ഫുഡ് സ്പോട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് വൈകുന്നേരത്തെ കോടയും ആസ്വദിച്ച് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത പോലെ വീട്ടിലേക്ക്. അവിടെ എത്തി ഡൂഡിമോളയും കൂട്ടി വീടിനടുത്ത് തന്നെ മന്തിക്കടയിലേക്ക്. ആലങ്കോടുള്ളത് ഫേമസ് സഹറൽ മന്തി. കൊണ്ടുപോയ സ്നാക്സ് മാത്രം കഴിച്ച് വിശപ്പടക്കിയതിനാൽ രാത്രി ആയതോടെ നല്ല വിശപ്പും. പിന്നെ ഒന്നും നോക്കിയില്ല, അഫ്ഗാനി മന്തിയും ഓർഡർ കൊടുത്ത് വയറ് നിറച്ച് കഴിച്ച് വീട്ടിലേക്ക് മടക്കാം. പറയാതിരിക്കാൻ വയ്യ, അത്രയും രുചിയായിരുന്നു. അങ്ങനെ പൊന്മുടിയിൽ തുടങ്ങി യാത്ര മന്തിക്കടയിൽ അവസാനിച്ചു. ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.